അങ്ങയുടെ നേതാവ് ശശി തരൂർ സാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, തുടക്കത്തിൽ ഇന്ത്യയിൽ 28ാം സ്ഥാനത്ത് നിന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം പിന്നീട് 16-ലെത്തുന്നു, ഇപ്പൊ 1ാം സ്ഥാനത്തെത്തുന്നു. അത് അത്ഭുതമാണെന്നാണ് അങ്ങനെ പറഞ്ഞത്. അത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ലക്ഷണമാണ് അത്. ഇപ്പൊ തൊഴിലില്ലായ്മ, ഇനി കേരളത്തിൽ നിന്ന് പ്രവാസികൾ, കേരളത്തിൽ എത്ര പേര് വന്നിട്ടുണ്ട് സാർ? 30 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിലെ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും അടിത്തറയിട്ടത് കേരളത്തിലെ വിദ്യാഭ്യാസവും കേരളത്തിലെ വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കലുമാണ്. അതിപ്പോ തുടങ്ങിയതല്ല. കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പേ ഈ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ മുതൽ കേരളത്തിലുള്ള ആളുകൾ പ്രവാസികളായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയും എസ് കെ പൊറ്റക്കാടിന്റെ യാത്രകളിലെല്ലാം മലയാളികളെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ധാരാളമായി. ഒരു സമയത്ത് ശ്രീലങ്കയിൽ പോയി, ഒരു സമയത്ത് ആസാമിലെ ആസാം പണിക്കാർ എന്ന കവിതയൊക്കെ എങ്ങനെയാ വരുന്നത്. ഒരു സമയത്ത് ആസാമിൽ പോയി, മറ്റ് സ്റ്റേറ്റുകളിൽ ബോംബെയിൽ പോയി. കേരളത്തിലെ അന്നത്തെ ഒരു വലിയ യാത്രയായിരുന്നു ബോംബെയിലേക്ക്. അങ്ങനെ പണ്ട് മുതലേ പ്രവാസികളായിട്ട് പോകുന്നവരാ. ഇപ്പോഴും വലിയൊരു പങ്ക് ആളുകൾ കേരളത്തിന്റെ പുറത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്കയിലും പണിയെടുക്കുന്നുണ്ട്. അതൊരു കുഴപ്പമല്ല. അങ്ങനെ പോയി പണിയെടുക്കുന്ന സമ്പത്ത് കേരളത്തിലേക്ക് വരികയാണ്. അത് കേരളത്തിൽ പരമാവധി യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേരളത്തിൽ നിലനിർത്തുന്നതിനുള്ള പരിശ്രമവും നമ്മൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് IT വ്യവസായത്തിൽ വർക്ക് നിയർ ഹോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അങ്ങ് വിഴിഞ്ഞത്തെ കുറിച്ചാണ് പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് അവിടെ നടന്ന പ്രാദേശിക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിഴിഞ്ഞം പൂർത്തിയാക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് പ്രതിപക്ഷം. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടിയാണ് കോൺഗ്രസ്. 2040 പൂർത്തീകരിക്കേണ്ടുന്ന വിഴിഞ്ഞം പദ്ധതിയാണ് ഇപ്പൊ അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉദ്ഘാടനം നടക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീപോർട്ട് എന്ന തരത്തിൽ ലക്ഷക്കണക്കിന് സംവിധാനങ്ങൾ നമ്മുടെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമായിട്ട് വികസിച്ചു എന്ന് ഇന്നും നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി പറയുകയാണ്. വിഴിഞ്ഞം പദ്ധതിയെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിന്റെ ലിങ്ക് റോഡുകളും മറ്റുമായി ബന്ധപ്പെട്ടതിന് കിഫ്ബി ഫണ്ട് വകയിരുത്തി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ ഇവിടെ പറയാൻ മടിക്കുന്ന ഒരു കാര്യം, നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിൽ നിന്ന് പൂട്ടിവിട്ട കാര്യം അങ്ങേക്ക് അറിയാവോ? ഉമ്മൻചാണ്ടി സർക്കാർ തലയിൽ കൈവച്ച് ഒഴിഞ്ഞു പോയ കാര്യം അങ്ങേക്ക് അറിയാവോ? ആ 600 കിലോമീറ്ററിലെ ശരാശരി 70%-80%-ത്തിനടുത്ത് വർക്ക് പൂർത്തിയായി. നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താ? അതിന്റെ സൈഡിലാണ് ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 600 കിലോമീറ്റർ നീളത്തിൽ അതിന്റെ സൈഡിലാണ് ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വരുന്നത്. ഇനി നികുതിയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ GSTയുടെ വിഹിതം കേരളത്തിന് തരാതിരിക്കുകയും നേരത്തെ ശ്രീ സിജു ചൂണ്ടിക്കാണിച്ചതുപോലെ 37% നമുക്ക് 57-60% അവരിലേക്ക് എത്തുകയാണ്. അങ്ങനെ നികുതി വിഹിതവും നികുതി നഷ്ടപരിഹാരവും GST നഷ്ടപരിഹാരവും തരാതിരുന്നിട്ടാണ് കേരളത്തിലെ ടാക്സ് റേഷ്യോ വർദ്ധിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഭൂനികുതിയിലായാലും മറ്റു നികുതിയിലായാലും, നിങ്ങൾ ഈ മദ്യത്തെക്കുറിച്ച് പറയുന്ന നികുതിയിലായാലും നിങ്ങൾ പറഞ്ഞ 26 ബാറേ ഉള്ളൂ ഉമ്മൻചാണ്ടി. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായി ബാറിന്റെ കാര്യത്തിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി. അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 26 ബാർ മാത്രം മതി എന്ന് അടൂർ പ്രകാശിനെ കൊണ്ടത് പറയിപ്പിക്കാവോ? ഞാൻ അങ്ങയോട് സ്നേഹപുരസരം ചോദിക്കുകയാണ്, കേരളത്തിലെ UDF കൺവീനറെ കൊണ്ട് കേരളത്തിലെ ബാർ കൂട്ടാനെന്ന് പറയിപ്പിക്കാവോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ബാറുണ്ടോ? കേരളത്തിൽ ഏറ്റവും നല്ലപോലെ ബാറ് കച്ചവടം നടത്തി കൊഴുത്ത് പെനഞ്ഞ് തടിച്ചിരിക്കുന്ന ആളിന്റെ പേര് അടൂർ പ്രകാശ് എന്നാ. ബാറ് മുതലാളിയായിട്ടുള്ള UDF കൺവീനർമാരെ വെച്ചോണ്ടാണ് ഈ പറയുന്നത്. UDFന്റെ ഒരു ബാറ് മുതലാളിയാവുന്ന കുഴപ്പമെന്നല്ല ഞാൻ പറയുന്നേ. പക്ഷെ ബാറ് മുതലാളിയായ നിരവധി ബാറുകൾ സ്വന്തമായിട്ടുള്ള ഒരാളിനെ UDFന്റെ കൺവീനറാക്കി വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇതിനെതിരായിട്ട് പറയുന്നത്? കേരളത്തിൽ ബാറ് എന്നുള്ളത് ലോകത്തിലാകെ ഉണ്ട്. അതിൽ അപൂർവം ചില സ്റ്റേറ്റുകളിലേ ഉള്ളൂ ബാറില്ലാത്തത് അല്ലെങ്കിൽ മദ്യം ഇല്ലാത്തത്. അവിടെ വൻതോതിൽ അനധികൃതമായ മദ്യവ്യാപാരമുണ്ട്. അപ്പൊ കേരളത്തിൽ അത് നിയന്ത്രിതമായി അത്തരം ഒരു കാര്യങ്ങൾ നടക്കുന്നതാണ് കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UDFന്റെ കൺവീനർ അതിനെക്കുറിച്ച് ഒരു സംവാദത്തിന് വരണം. എന്നിട്ട് അദ്ദേഹം ഈ ബാറിന്റെ വരുമാനം എത്രയാണ് കേരളത്തിൽ വരുമാനം, മദ്യത്തിന്റെ വരുമാനം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കാടടച്ച് വെടിവെച്ച് വർത്തമാനം പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ നികുതി വരുമാനം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ വരുമാനം കടമായിട്ട് മാറുകയല്ല. അത് കിഫ്ബിയിൽ നമ്മൾ എടുക്കുന്ന പൈസ അങ്ങ് മനസ്സിലാക്കേണ്ടത്, അങ്ങോ ഞാനോ ഒരു വാഹനം വാങ്ങിച്ചാൽ എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു? അത് ഓൺ ടൈം ടാക്സ് ആണല്ലോ. ആ ടാക്സിന്റെ 50% കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് മാറുകയാണ്. ഒരു പൈസ കടമില്ല നമുക്ക് അതുമായി ബന്ധപ്പെട്ട്. എല്ലാ മാസവും അതിന്റെ തിരിച്ചടവ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ റോഡ് നന്നാക്കി ഇടുമ്പോൾ അതിൽ കൂടെ വാഹനങ്ങൾ ഓടാനാണ്.
നല്ല റോഡ് ഉണ്ടാക്കി കൊടുത്താൽ വാഹനങ്ങൾ ഓടും. ആ വാഹനങ്ങളുടെ പൈസയാണ് കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് പോകുന്നത്. അതുകൊണ്ട് 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം കേരളത്തിലെ ഈ സ്കൂളുകൾ ജീവിതകാലത്ത് ഉണ്ടാകുമായിരുന്നോ? കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുവോ? നമ്മുടെ നികുതി പോർഷൻ കൊണ്ട്, വരുമാനം കൊണ്ട് ഈ സ്കൂൾ മെച്ചപ്പെടുത്താൻ പോവുമോ? പറ്റുമോ? അങ്ങയുടെ ഭരണകാലത്ത് അടച്ചുപൂട്ടി എത്ര സ്കൂളുകളാണ്? ഈ സ്കൂൾ എന്താ? ഞാൻ ഒരു വാചകം പറയാം. സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയെടുത്ത് കേരളത്തിലുള്ള ആളുകൾ ഇനി ജീവിക്കാൻ നോക്കേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. സർക്കാർ ആശുപത്രിയിൽ ജനിപ്പ് നടക്കില്ല, സർക്കാർ സ്കൂളിൽ പഠിക്കൽ നടക്കില്ല, സർക്കാർ സ്ഥാപനത്തിൽ ജോലി നടക്കില്ല. അത് തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് പരമാവധി ആളുകൾക്ക് സർക്കാർ ജോലി നൽകി. അതിനേക്കാൾ ഉപരി സർക്കാർ ആശുപത്രിയിൽ പരമാവധി ആളുകൾക്ക് ജനിക്കാനും അവിടെ ചികിത്സ തേടാനുള്ള സൗകര്യം കൊടുത്ത്, സർ, ഈ ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോഴേ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി 1200 കോടി രൂപ മുടക്കി അവയവമാറ്റത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിക്കാനുള്ള പണവും വകയിരുത്തി പ്ലാനും ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളിന്റെ പേരാ പിണറായി വിജയൻ. അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും സ്റ്റേറ്റിന് കഴിഞ്ഞോ? ഇനി ക്യാൻസർ സെന്റർ, 3 ക്യാൻസർ സെന്റർ, ഒന്ന് RCC, മറ്റൊന്ന് മലബാർ ക്യാൻസർ സെന്റർ. നമ്മുടെ മധ്യ കേരളത്തിൽ എറണാകുളത്ത് ഒരു ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം, പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ കേരളത്തിൽ വികസനമില്ലെന്ന് പറയാൻ, മലയാള മനോരമയെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, നിരന്തരമായി വികസന സെമിനാറാ മലയാള മനോരമ. വിദേശത്തു നിന്ന് വരെ ആളെ കൊണ്ടുവരും. അവിടുത്തെ റോഡ് കണ്ടോ, അവിടുത്തെ പാലങ്ങൾ കണ്ടോ, അവിടുത്തെ ഈ ബുള്ളറ്റ് ട്രെയിൻ കണ്ടോ, ഇതെല്ലാം പറഞ്ഞ് നമ്മളെ ആവേശം കൊള്ളിക്കും. ഇടതുപക്ഷം വന്നാൽ അത് നടത്താൻ അവർ സമ്മതിക്കില്ല. ഇടതുപക്ഷത്തിന്റെ ആ നേട്ടം അവർ ഉൾക്കൊള്ളുന്നില്ല. കേരളത്തിൽ വന്ന ഈ അതിവേഗതയിലുള്ള മാറ്റം, ആ മാറ്റത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ആ വികസനത്തെ എല്ലാം മോശമായിട്ട് ചിത്രീകരിക്കും. അതുകൊണ്ട് മലയാള മനോരമ, അങ്ങ് മനസ്സിലാക്കേണ്ടത് എത്ര കോപ്പി കുറഞ്ഞു, അങ്ങ് മനസ്സിലാക്കേണ്ടത് എത്ര പേജ് കുറഞ്ഞു, എത്ര വ്യൂവേഴ്സ് കുറയുന്നു. ഈ നുണപ്രചരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയും ലോകത്തെവിടെയെങ്കിലും, ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു സർക്കാർ മാധ്യമങ്ങളിൽ ഇത്ര കൂടുതൽ ശത്രുത നേരിടുന്നുണ്ടോ? രാവിലെ വീടിന്റെ മുമ്പിൽ ബെല്ലടിച്ച് ചെന്ന് വീഴുന്ന ഒരു പത്രം, 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ, പിന്നെ ചില വർഗീയ പത്രങ്ങൾ, BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വരെ ചാനലുകൾ, മറ്റ് മൂലധന ശക്തികളുടെ ചാനലുകൾ, ഇതെല്ലാം കൂടി 24 മണിക്കൂർ കേരളത്തിലെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കാനും സർക്കാരിനെതിരായ വാർത്തകൾക്ക് വലിയ മുൻതൂക്കം കൊടുക്കാനും ഞാൻ അങ്ങേറ്റം സ്വാഗതം ചെയ്യുന്നു. സർക്കാർ തിരുത്തേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തിരുത്തേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി മാധ്യമങ്ങൾ പറഞ്ഞാൽ അതിനെ ശരിയാണ്. ശ്രീ പി കെ ഗോപൻ, ഒരുപക്ഷെ താങ്കൾ അവതരിപ്പിച്ച വിഷയം, ഒരു റോണി കെ ബേബി തുടക്കത്തിൽ പറഞ്ഞതുപോലെ വികസനവുമായി ബന്ധപ്പെട്ട് വികസനം എങ്ങനെയാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്, അനുഭവത്തിലൂടെ തിരിച്ചറിയണം. ഇവിടെ പി കെ ഗോപൻ അടക്കം M ജയചന്ദ്രൻ അടക്കം ചൂണ്ടിക്കാട്ടിയത് അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നതിൻ്റെ കണക്കുകളാണ്. ഒരുപക്ഷെ അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ അവതരിപ്പിച്ചൊരു മറ്റൊരു വിഷയമുണ്ട്. പി കെ ഗോപൻ പറഞ്ഞത് കേരളത്തിൽ വിലയിടിയുന്ന മലയാള മനോരമയെ പോലെ തന്നെയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. നിങ്ങളിനി ഏതൊക്കെ നുണക്കോട്ട കിട്ടിയാലും വില ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു തന്നെയാണ് പി കെ ഗോപൻ പറഞ്ഞത്.